മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് കേന്ദ്രത്തിലെ ലൈംഗിക പീഡനം, നിർബന്ധിത മതപരിവർത്തനം എന്നീ ആരോപണങ്ങളിൽ അറസ്റ്റിലായവർക്ക് വിദേശത്തു നിന്നോ തീവ്രവാദ സംഘടനകളിൽ നിന്നോ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഇതിനായി NIA, മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന എന്നിവയുടെ സഹായം തേടിയിട്ടുണ്ട്. പിടിയിലായ 6 പുരുഷന്മാരും ഒറ്റ സംഘത്തെ പോലെയാണ് പെരുമാറുന്നത്. അതിനാലാണ് പോലീസിന് ഇത്തരത്തിലൊരു സംശയം തോന്നിയതെന്ന് പോലീസ് കമ്മീഷണർ സന്ദീപ് കാർണിക് പറഞ്ഞു. ഇതിനിടെ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചെന്ന ആരോപണം നേരിടുന്ന HR മാനേജറായ നിദ ഖാൻ ഒളിവിലാണ്. കൂടുതൽ വിശദമായ അന്വേഷണത്തിന് ദേശീയ വനിതാ കമ്മീഷൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിനിടെ പ്രതിയായ HR മാനേജർ നിദ ഖാൻ താൻ ഗർഭിണിയാണെന്നും തനിക്കും കുഞ്ഞിനും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. ഒളിവിലുള്ള നിദ മുൻകൂർ ജാമ്യത്തിനായി നാസിക്കിലെ പ്രാദേശിക കോടതിയിലാണ് ഹർജി നൽകിയിട്ടുള്ളത്. ഗർഭിണിയായ തന്റെ ആരോഗ്യസ്ഥിതി ഒരു പ്രധാന ഘടകമായി ചൂണ്ടിക്കാട്ടി കേസിൽ ജാമ്യം തേടാനാണ് നിദയുടെ ശ്രമം. വസ്തുതകളെ തെറ്റായി വ്യാഖ്യാനിച്ചാണ് കുറ്റങ്ങൾ ചുമത്തിയതെന്നും ജോലി സ്ഥലത്തെ സാധാരണ സംഭാഷണങ്ങളെയും പെരുമാറ്റത്തെയും ക്രിമിനൽ കുറ്റമായി കാണാൻ കഴിയില്ലെന്നും പ്രതികളുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ലൈംഗിക പീഡനം, മാനസിക പീഡനം, മതപരമായ വിവേചനങ്ങൾ എന്നിങ്ങനെ ഗുരുതര ആരോപണങ്ങളാണ് TCS കേന്ദ്രത്തിലെ ജീവനക്കാർ ഉന്നയിച്ചത്. ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കാനും താല്പര്യമില്ലാത്ത മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനും ജീവനക്കാരെ നിർബന്ധിച്ചിരുന്നതായും ആരോപണങ്ങളുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് 9 FIRകളാണ് പോലീസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സംഭവത്തിൽ 7 പുരുഷന്മാരും ഒരു സ്ത്രീയും ഉൾപ്പെട്ട 8 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റിലായ ഡാനിഷ് ഷെയ്ഖ്, തൗഫിക് അത്തർ, റാസ മേമൻ, ഷാഹുൽ ഖുറേഷി, ഷാഫി ഷെയ്ഖ്, ആസിഫ് അഫ്താബ് അൻസാരി, HR മേധാവി അശ്വനി ചൈനാനി എന്നിവരെയാണ് TCS ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. അതേസമയം ആരോപണങ്ങൾ ഉയർന്നതോടെ നാസിക് ഓഫീസിലെ ജീവനക്കാരോട് വർക്ക് ഫ്രം ഹോം നിർദ്ദേശിച്ചിരിക്കുകയാണ് TCS ഇപ്പോൾ. ടീം ലീഡറായ 6 പുരുഷന്മാരും പീഡന പരാതി അവഗണിച്ച വനിതാ ഓപ്പറേഷൻസ് മാനേജറും അറസ്റ്റിലായതിനു പിന്നാലെ കമ്പനിക്കെതിരെ പ്രതിഷേധം രൂക്ഷമായിരുന്നു. ആദ്യ പരാതിക്ക് പിന്നാലെ വനിതാ DCPയുടെ നേതൃത്വത്തിൽ വനിതാ പോലീസുകാരെ മഫ്തിയിൽ TCS ഓഫീസിലേക്ക് അയച്ചു. ഇവർ ജീവനക്കാർക്ക് ധൈര്യം നൽകിയതോടെയാണ് കൂടുതൽ പേർ പരാതിപ്പെടാൻ മുന്നോട്ട് വന്നതെന്നും കമ്മീഷണർ വെളിപ്പെടുത്തി. ഇതിനിടെ ഒളിവിലുള്ള നിദ ഖാനായി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.